E20 പെട്രോള് ഇതിപ്പം ഒരു വലിയ ചർച്ചാ വിഷയം പോലെ തന്നെ നടക്കുന്നൊരു കാര്യമാണ്. അതായത് പഴയ വാഹനത്തിൽ E20 പെട്രോൾ യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ E20 പെട്രോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടൊരു കുഴപ്പം എന്താണ്? ഒരുപാട് പേര് കമൻസിൽ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, E20 പെട്രോളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം. ഏതായാലും ഇനി നമുക്ക് കിട്ടുന്നതെല്ലാം E20 പെട്രോൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് മെയിനായിട്ട് ഇനി പറയാനുള്ളൂ. കാരണം ഇതിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ പറയാം, പക്ഷേ എന്നാലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് നിങ്ങളൊരു വാഹനം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് നിങ്ങളൊരു പെട്രോൾ വാഹനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇനി കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും, E20 പെട്രോൾ അല്ലെങ്കിൽ E20 ഫ്യൂവൽ പെട്രോളിന് മാത്രമാണോ, ഇനി ഡീസലിനും E20 വരുന്നുണ്ടോ? ഇല്ല. പെട്രോൾ വാഹനത്തിൽ അഥവാ പെട്രോളിൽ മിക്സ് ചെയ്യുന്ന എത്തനോളിൻ്റെ അംശമാണ് 20%. ആ ഒരു 20ആണ് E20 എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരുപാട് കുറയും. അതായത് നമുക്കറിയാം, നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ലീക്ക് ഉണ്ടാകുന്നതും വണ്ട് കുത്തി പെട്രോൾ ഹോസിൽ തുളയുണ്ടാകുന്നതും ഇതൊക്കെ എത്ര നാൾ മുമ്പ് നമ്മൾ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. പണ്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതായത് വണ്ട് തുളച്ച് പെട്രോൾ ലീക്ക് വന്നു എന്ന് കേട്ടിട്ടുള്ള വളരെ അപൂർവമാണ്. ഹോസ് കീറിപ്പോയി അല്ലെങ്കിൽ ഹോസ് ഒടിഞ്ഞു പോയി അങ്ങനെയൊക്കെ ലീക്ക് ആയിട്ടുണ്ടെന്നല്ലാതെ വണ്ട് തുളച്ച് ലീക്ക് വന്നിട്ടുള്ളത് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക. ഇതൊക്കെ നമുക്ക് കുറച്ച് പുതുമയായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? E5, E10, E20 ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഇനി E30 വരാൻ പോകുന്നുണ്ട്, അതായത് എത്തനോൾ 30 വരാൻ പോകുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് MJ എക്സ്പ്ലോർ എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള മാരുതിയുടെ ഫ്രോങ്സ് വാഹനമാണ്. അപ്പോൾ ഈ ഫ്രോങ്സ് വാഹനത്തിന് അപ് ടു 20, അതായത് അപ് ടു E20 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. എത്തനോൾ 20 വരെ ഈ വാഹനം സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം ഇത് E20 മാത്രമൊന്നല്ല, E10 ഒക്കെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇപ്പം വരുന്ന എല്ലാം E20 ആയതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം അഥവാ അതേ ആ കാണുന്ന സെലീറിയോ വാഹനം E20 സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അത് E20 സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ വേറെ ഓപ്ഷൻസ് ഇല്ല, എനിക്ക് ആ ഒരു ഫ്യൂവലേ ഫില്ല് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് E20 ഫ്യൂവൽസിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം അറിയാം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള. ആദ്യത്തെ കാര്യം, ഞാൻ പണ്ട് വീഡിയോസിൽ പറയുമായിരുന്നു നമ്മൾ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിരുന്നത് നല്ലതാണ്. പക്ഷേ അന്ന് ഒരുപാട് പേരിങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് പറയും, ഇവന് വേറെ പണിയൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് മൈലേജ് കൂടുതൽ കിട്ടും, പിന്നെ ഒരുപാട് വേറെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ E20യുടെ സ്ഥാനത്ത് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞുതരാം. ഫ്യൂവൽ ടാങ്ക് വേക്കൻറ്റ് സ്പേസസ് ഉണ്ടാകത്തില്ല. അതായത് ഒരു ഫ്യൂവൽ ടാങ്ക് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു ടാങ്കിൻ്റെ അടിയിലത്തെ കുറച്ച് പോർഷനിൽ മാത്രം പെട്രോൾ, മേളിലോട്ട് എയർ. ഈ എയറിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്, അഥവാ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. E20 അഥവാ എത്തനോൾ എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് നമ്മുടെ പെട്രോളിനകത്ത് വരുമ്പോൾ എത്തനോളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് വാട്ടർ കണ്ടൻറ്റ് അഥവാ മോയ്സ്ചർ കണ്ടൻറ്റിനെ അബ്സോർവ് ചെയ്യുക. അങ്ങനെയാണ് പെട്രോളിനകത്ത് വെള്ളം മിക്സ് ആയിപ്പോയി അല്ലെങ്കിൽ പെട്രോളിനകത്ത് വെള്ളം കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് പൊതുവേ നമ്മൾ കേൾക്കുന്നതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഈ വേക്കൻറ്റ് സ്പേസിനകത്ത് ഉണ്ടാകുന്ന എയറിൻ്റെ അംശത്തിൽ നിന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് പെട്രോൾ വലിച്ചെടുക്കും, അഥവാ എത്തനോൾ വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുത്ത് ഇതിനകത്തുള്ള പെട്രോൾ കണ്ടാമിനേറ്റഡ് ആകാൻ അല്ലെങ്കിൽ മോശമാകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അന്നേരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ എയർ ഗ്യാപ്പ് കുറവായിരിക്കും. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, പക്ഷേ ഒരു കംപ്ലയിൻറ്റ് വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് റിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ലാഭകരം ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തിരുന്നതാണ്. കാരണം അങ്ങനെ ചെയ്താൽ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ പണി കുറയ്ക്കാം, വർക്ക്ഷോപ്പിലോട്ടുള്ള കൊണ്ടുപോക്ക് കുറയ്ക്കാം. ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കൃത്യമായിട്ടുള്ള സർവീസും കൂടെ ചെയ്യണം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ഞാൻ പറയുന്ന E20 യൂസ് ചെയ്യുന്ന വാഹനങ്ങളുടെ കാര്യമാണ്. പുതിയ വാഹനത്തിന് അത്രയും പ്രശ്നം വരുന്നില്ല, എന്നാലും പ്രശ്നം വരത്തില്ലെന്നല്ല. കാരണം ഇതിലും വേക്കൻറ്റ് സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടാവും. ഇതെൻ്റെ ചേട്ടൻ്റെ വാഹനമാണ്, പുള്ളി ഫുൾ ടാങ്ക് തന്നെയാണ് ഫില്ല് ചെയ്തിരുന്നത്. അതൊരു അഡ്വാൻറ്റേജും കൂടെയാണ്. അങ്ങനെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈ പറയുന്ന പോലെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല, ഒരു അത്യാവശ്യം എവിടെയെങ്കിലും വാഹനം എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഗുണമാണ്. കാരണം പെട്ടെന്ന് പമ്പ് തപ്പി നടക്കേണ്ട, മൈലേജും കൂടുതൽ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ക്യാപ്പ് ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്തൊന്നും കളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ഫ്യൂവൽ എഫിഷ്യൻസിയും കിട്ടും. ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസിനെ ഇത് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഫ്യൂവൽ എഫിഷ്യൻസിയെ ബാധിക്കും. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസിയെ ബാധിക്കുന്നത് 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ വാഹനത്തിന് ഓട്ടം കുറവാണെങ്കിൽ പരമാവധി
ഫ്യൂൽ എഫിഷ്യൻസി കുറയും. ഈ ശരിക്കും ഇതിൻ്റെ എത്രത്തോളം ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ 1 തൊട്ട് 6% വരെ ഫ്യൂവൽ എഫിഷ്യൻസി കുറയും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വാഹനത്തിന് കിട്ടുന്ന ഒരു മൈലേജിൻ്റെ ഒരു 6% നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറയും, അല്ലെങ്കിൽ 6 തൊട്ട് 8 വരെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിന് മുകളിലോട്ട് നമുക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി കുറവ് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇത് ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ലാഭകരമാണെന്ന് നമുക്ക് പറയാനും സാധിക്കത്തില്ല. കാരണം ഫ്യൂവലിൻ്റെ പ്രൈസിന് ഒരു രീതിക്കുള്ള കുറവും ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മെറ്റീരിയലിൻ്റെ ഡീഗ്രഡേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം, അതായത് പഴയ മോഡൽ വാഹനങ്ങൾ ഇതിനോട് കോമ്പറ്റ് ചെയ്യാത്ത വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ പാർട്ടുകളിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകുക എന്നുള്ളത്. ഒന്ന്, ഫ്യൂവൽ ഹോസസ് ഒക്കെ, റബ്ബർ ഹോസസ് ഇതിനോട് മാച്ച് ചെയ്യുന്ന മോഡൽസ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ക്രാക്ക് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫ്യൂൽ ഹോസിനകത്ത് ഒരു ഹോളൊക്കെ ഇട്ട് ഒരു ജീവി പെട്രോൾ കുടിക്കാൻ വേണ്ടി വരുന്നു, അഥവാ എത്തനോൾ കുടിക്കാൻ വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടും കാര്യങ്ങളൊക്കെ വന്ന് ഇതിൽ നിന്ന് ഫ്യൂൽ കുടിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഹോസസ് ഡീഗ്രേഡ് ആയി പോകുന്നുണ്ട്. അതുപോലെ തന്നെ സീലുകളൊക്കെ, നമ്മുടെ ഇതിനകത്ത് വരുന്ന റബ്ബർ സീല്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് E20 ഫ്യൂവൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഇതിന് നമുക്ക് വരാൻ പോകുന്നൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും കൂടെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്. മാരുതി വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് അപ് ടു E20 ആണ് കൊടുത്തിരിക്കുന്നത്. മാരുതിയുടെ പഴയ വാഹനങ്ങൾ, അതായത് റെട്രോ ടൈപ്പുകൾ എല്ലാത്തിനും കിറ്റ് അവർ ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ കിറ്റിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മാരുതിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ സാധിക്കും. അതായത് നമുക്ക് പഴയ വാഹനങ്ങളും ഈ പറയുന്ന E20 കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കിറ്റുകൾ നമുക്ക് കിട്ടും. അങ്ങനെ കിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് അത് ആഡ് ചെയ്താൽ മതി. ഏകദേശം 4000 to 6000 ഒക്കെയാണ് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ കണ്ടത്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാനത് ഉടനെ നിങ്ങൾക്കും അപ്ഡേറ്റ് തരുന്നത്. നെക്സ്റ്റ് ഒരു നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നമാണ് വാറണ്ടി. അതായത് നിങ്ങളുടെ വാഹനത്തിൽ E10 ഫ്യൂവൽ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ E20 ഫ്യൂവൽ യൂസ് ചെയ്ത് ഏതെങ്കിലും കമ്പോണൻറ്റിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വാറണ്ടി നമുക്ക് കിട്ടില്ല. ഇപ്പം നിങ്ങൾക്കെല്ലാം സംശയം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഗവൺമെൻറ്റായിട്ട് തന്നെയാണ് E20 ഇവിടെ ഇപ്പം എല്ലാ ഫ്യൂവൽ സ്റ്റേഷൻസിലും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് E10 ഫില്ല് ചെയ്യേണ്ട സ്ഥാനത്ത് E20 നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അന്നേരം ഒരു കംപ്ലയിൻറ്റ് വന്നാൽ കമ്പനി റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. വളരെ വ്യക്തമായിട്ട് ഞാനിതിനെ കുറേ ആർട്ടിക്കിൾസ് ഞാൻ വായിച്ച് നോക്കിയായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ടൊയോട്ടയുടെ ഹൈറൈഡർ E10 ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ E20 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ പോലും വാറണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്പനീസ് ഒരു പരിധി വരെ മാക്സിമം വാറണ്ടി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. നമ്മുടെ പോർഷൻസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വാറണ്ടി തന്നേ പറ്റത്തുള്ളൂ. അത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, ഇനിയും പലരുടെയും മനസ്സിലുള്ളൊരു സംശയം കൂടി ഞാൻ പറഞ്ഞുതരാം, E20 മാത്രം കിട്ടത്തുള്ളൂ. അതായത് പ്യുവർ പെട്രോൾ വാങ്ങാൻ കിട്ടുമോ? 100% കിട്ടും. ഒക്ടെയിൻ വാല്യൂ 100 ഉള്ള പെട്രോൾ വാങ്ങാൻ കിട്ടും. അതായത് എത്തനോൾ മിക്സ് ചെയ്യാത്ത പെട്രോൾ നമുക്ക് ഫ്യൂവൽ സ്റ്റേഷൻസിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പക്ഷേ പ്രൈസ് കൂടുതലാണ്. അപ്പം അത്രയും പ്രൈസ് മുടക്കി നമ്മളത് വാങ്ങുമെന്ന് വെച്ചാൽ സംശയമാണ്. എനിക്കൊന്നൊരു 160 സംതിങ് ആണെന്ന് തോന്നുന്നു. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. പണ്ടെങ്ങാണ്ട് കേട്ടൊരു അറിവ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. 160 സംതിങ് എങ്ങാണ്ട് നമുക്ക് പ്യുവർ പെട്രോളിന് റേറ്റ് വരുന്നുണ്ട്. അതായത് എത്തനോൾ മിക്സ് ചെയ്യാത്ത ഒക്ടെയിൻ വാല്യൂ 100 വരുന്ന മോഡൽസ്. പിന്നെ ഇപ്പം നിലവിൽ നമ്മുടെ വാഹനങ്ങളൊക്കെ, നമ്മുടെ പഴയ വാഹനങ്ങളൊക്കെ ഒക്ടെയിൻ വാല്യൂ 87 വരെയൊക്കെയാണ് വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പുതിയ മോഡൽ, അതായത് E20 ആയപ്പോഴേക്കും 95 വരെ ഒക്ടെയിൻ വാല്യൂ വന്നിട്ടുണ്ട്. എന്താണ് ഒക്ടെയിൻ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീ ഇഗ്നിഷൻ നടക്കത്തില്ല. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിനകത്ത് പെട്രോള് ചൂട് കൊണ്ടൊരിക്കലും ഇഗ്നൈറ്റ് ആകത്തില്ല. സ്പാർക്ക് കൊടുത്ത് മാത്രമേ ഇഗ്നൈറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹയർ കംപ്രഷൻ റേഷ്യോ ഉള്ള വാഹനങ്ങൾക്കൊക്കെ ഏറ്റവും ബെനിഫിറ്റാണ് ഒക്ടെയിൻ വാല്യൂ കൂടി നിൽക്കുന്നത്. അതായത് 95 ഒക്ടെയിൻ വാല്യൂ വരുന്ന മോഡൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിക്കുള്ളൊരു പവർ ഔട്ട്പുട്ട്, അഥവാ നല്ല രീതിക്കുള്ള ബേണിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് നടക്കുന്നത് പറഞ്ഞാൽ പ്രീ ഇഗ്നിഷനിൽ നടക്കത്തില്ല. നല്ല ഹൈ കംപ്രഷൻ റേഷ്യോയിൽ സ്പാർക്ക് കൊടുത്തേ അവിടെ ബേണിങ് നടക്കത്തുള്ളൂ. ഒരിക്കലും പ്രീ ഇഗ്നീഷൻ നടക്കത്തില്ല. പ്രീ ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹീറ്റ് കൊണ്ട് തന്നെ ബേൺ ചെയ്ത് പോകുന്നതും നോക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ്. അതായത് നോക്കിംഗ് ഉണ്ടാകുക എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ, അതായത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിന് മുമ്പേ ബേൺ ചെയ്യുന്ന സമയത്താണ് നോക്കിംഗ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നോക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. കാരണം പലർക്കും ഒരു ഡൗട്ട് തോന്നുന്നു, ഇതൊക്കെ എന്താണെന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നു. അത് വേണ്ട, നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി
ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഗുണവും കൂടെ നമുക്കൊന്ന് പറയാം. അതായത് E20 ഫ്യൂവൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കട്ടെ. ദോഷങ്ങൾ പറഞ്ഞാലും ഗുണവും പറയണമല്ലോ. ഗുണം മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്നൊരു കാര്യമാണ്, എൻവയൺമെൻറ്റ് പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും. അതായത് എത്തനോൾ കണ്ടൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കാർബണിൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധിക്കും. അതായത് നോർമൽ പെട്രോൾ ബേൺ ചെയ്യുന്നതിനെ കഴിഞ്ഞും കാർബണിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആകുന്ന കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒത്തിരി കുറവാണെന്നല്ല ഞാൻ പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, E20 ഫ്യൂവൽ ആണെങ്കിലും നോർമൽ ഫ്യൂവൽസ് ആണല്ലോ. ഇപ്പോൾ നോർമൽ നോക്കണ്ട, E20 തന്നെ നമുക്ക് നോക്കാം. ഫ്യൂവൽ എഫിഷ്യൻസി കുറവാണെന്ന് പലരും പറയാറുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡ് ചിലപ്പോൾ അവർക്ക് ഡ്രൈവ് കുറവായിരിക്കും. എന്നാൽ ഡ്രൈവ് ഉള്ള വ്യക്തികളാണെങ്കിൽ ഈ പറയുന്ന ഒരു രീതിക്കുള്ളൊരു വ്യത്യാസം, അതായത് ഞാൻ ഈ പറഞ്ഞ 1 to 6% എന്ന് പറഞ്ഞത് നമുക്ക് അത്രയും കൂടെ ചിലപ്പം ഫീൽ ചെയ്യുന്ന വരത്തില്ല. പക്ഷേ ഡ്രൈവ് കുറവുള്ള വ്യക്തികൾക്ക് വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറവ് ഫീൽ ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ വാഹനം ഒന്ന് ഹീറ്റായി വരുന്ന ആ ഒരു ടൈം നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടത്തില്ല. അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം E20 ഫ്യൂവൽ ശരിക്കും നമ്മുടെ വാഹനത്തിനൊരു പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അതൊരു പ്രശ്നക്കാരനല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോണം. പഴയ വാഹനങ്ങളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്യൂവൽ ഫിൽറ്റേഴ്സ് 40,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് മാറാൻ പറയുന്നത്. അതിൻ്റെ നേർ പകുതിയാക്കിക്കോണം. 20,000 കിലോമീറ്റർ കൂടുമ്പോൾ റീപ്ലേസ് ചെയ്തോണം. ഫ്യൂവൽ ഹോസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, ഇൻസ്പെക്റ്റ് ചെയ്യണം. ഏതെങ്കിലും രീതിക്ക് ബ്രേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു പെട്രോൾ ഹോസാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലത്തെ തന്നെ റബ്ബർ ഹോസാണ് ഇതും നമുക്ക് നോക്കാം. ഇതുപോലത്തെ റബ്ബർ ഹോസാണ് നമുക്ക് ഫ്യൂവൽ ടാങ്കിൻ്റെ അവിടെയും വരുന്നത്. ഈ ഒരു ഭാഗത്ത് അത്രയും പ്രശ്നം വരത്തില്ല, എന്നാൽ താഴത്തെ പോർഷനിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഫ്യൂവലിൻ്റെ ഹോസസും കാര്യങ്ങളും ഇടയ്ക്കൊന്ന് റീപ്ലേസ് ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏകദേശം ഒരു 10-12 വർഷമൊക്കെ പഴക്കമുള്ള വാഹനമാണ്, ഇതുവരെ ഫ്യൂവലിൻ്റെ ഹോസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അത് റീപ്ലേസ് ചെയ്ത് വിട്ടോണം. അങ്ങനെ റീപ്ലേസ് ചെയ്ത് വിടുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്കെങ്കിലും ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞ വാഹനമാണെങ്കിൽ ഫ്യൂവൽ ടാങ്ക് ഇറക്കി ഒന്ന് ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ കണ്ടൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ക്ലീൻ ചെയ്ത് കളയുന്നത് അത്യാവശ്യമാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ സൈഡ് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇഞ്ചക്ടേഴ്സ്, അതായത് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ ജെർക്കിങ്ങോ മൈലേജ് ലോസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പവർ ലോസോ കാര്യങ്ങളോ വല്ലതൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചക്ടേഴ്സും കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക. ഞാൻ ഈ പറയുന്ന ഒന്നും ഏറ്റവും പുതിയ മോഡൽ വാഹനങ്ങൾ, അതായത് E20 കോമ്പറ്റ് ചെയ്യുന്ന വാഹനങ്ങളെക്കുറിച്ചല്ല, പഴയ മോഡൽ വാഹനം. കാരണം ഇപ്പോഴും ഒരുപാട് പേര് പഴയ മോഡൽ വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ സംശയം കിടക്കുകയാണ്, ഇതെനിക്ക് പ്രശ്നമാകുമോ? പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അതായത് ഫിൽറ്റേഴ്സ് റീപ്ലേസ് ചെയ്യുന്നതിനെക്കുറിച്ച് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫിൽറ്റർ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ എയർ ഫിൽറ്ററും കൂടെ മാറുക. സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് ക്ലീൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ക്ലീനിങ് മാത്രം മതി, വേറെ വലിയ കാര്യമായിട്ടുള്ളതൊന്നും ചെയ്യണ്ട എന്ന് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വാഹനത്തിന് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇനി ഒരിക്കലും പഴയ ഫ്യൂവൽ വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും പൈസ മുടക്കി ഫ്യൂവൽ മേടിക്കേണ്ടി വരും. അങ്ങനെ മേടിക്കാനാണെങ്കിൽ അത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ലത് ഇപ്പം ഉള്ളത് വെച്ച് ഓടുക. പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കി ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക. ഉറപ്പായിട്ടും ഞാൻ ഇതിൻ്റെ കമൻസിനെ എല്ലാം ബേസ് ചെയ്ത് ഒരു വീഡിയോയും കൂടെ ഷുവറായിട്ടും അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് സംശയം ഒരുപാട് പേരുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലിട്ടോണം. അടുത്തൊരു വീഡിയോ നമുക്കത് പറയാവുന്നതായിരിക്കും.